ദിവ്യകാരുണ്യ ഈശോയില് സ്നേഹം നിറഞ്ഞവരെ, രക്ഷയുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. ഒപ്പം രക്ഷയുടെ വഴിയുടെ അവസാന എപ്പിസോഡും സമാപന ദിവസവുമാണ്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. ഈ നോമ്പുകാലം ഇനിയും തമ്പുരാനോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് വലിയ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ദിവസങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലിയ ആഴ്ചയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവസാന എപ്പിസോഡായ ഇന്നില് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണമായ നമ്മുടെ ജീവിതത്തിലെ കാൽവരി അനുഭവങ്ങളെ പറ്റിയാണ്. കുരിശിൻ്റെ വഴികൾ പൂർത്തീകരിക്കപ്പെടുന്നത് കാൽവരിയിലാണ്. കാൽവരി എന്ന് പറയുന്നത് മറ്റൊരു വിധത്തില് ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിൻ്റെ ഇടമാണ്. എല്ലാ ദുഃഖവെള്ളിയാഴ്ചകളിലും നമ്മൾ എടുത്ത് വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. മറ്റാരുമല്ല, യൂദാസാണത്. ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കുമ്പോൾ, ചതിക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്തവർ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ തള്ളിപ്പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ചെയ്തത് യൂദാസിൻ്റെ പ്രവൃത്തിയായി പോയെന്ന്. സ്നേഹമുള്ളവരെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂദാസിൻ്റെ പ്രവൃത്തി പോലും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ദൈവിക പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അത് നടക്കേണ്ടത് തന്നെയാണ്. അതിന് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ചിലർ നിമിത്തമായെന്ന് മാത്രമേ. പക്ഷേ തിരിച്ചറിയുവാനായിട്ട് യൂദാസിന് പറ്റാതെ പോയത് ഒന്ന് മാത്രമാണ്: തെറ്റ് ചെയ്തതിന് ശേഷവും ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അനുതാപമല്ല. 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിൽ അനുതാപം ഉണ്ടായപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനുണ്ടായത് അനുതാപമല്ല, മറിച്ച് കുറ്റബോധമാണ്. താൻ ചെയ്തു പോയ പാപത്തിൽ വന്ന ഒരിക്കലും മാറ്റാൻ പറ്റാത്ത എന്ന് അവൻ വിചാരിച്ച ഒരു കുറ്റബോധം. സ്നേഹമുള്ളവരെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനമെല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ കാൽവരി പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ദൈവിക പദ്ധതി തന്നെയാണ്. 14 സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തു വെച്ച് വിശുദ്ധ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയുവാനായിട്ട് കഴിയണം, ദൈവം നമ്മളെ ചില സമയങ്ങളിൽ സഹനങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില കുരിശിൻ്റെ വഴികളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം പ്രത്യാശ നമുക്ക് നൽകുന്ന ഒരു ഈസ്റ്റർ ഞായറാഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. അതായത് കാൽവരി ഒരു പൂർത്തീകരണത്തിൻ്റെ ഇടമാണ്, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഇടം. 3 വർഷം കൂടെ നടന്ന വ്യക്തിയാണ് ഈ യൂദാസ് എന്ന് പറയുന്നത്. യൂദാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ നമ്മൾ എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. 3 വർഷം കൂടെ നടന്ന ഒരുവനാണ് ഈ യൂദാസ്. അവൻ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ തന്നെ നമ്മളുടെ സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്. 3 വർഷം കൂടെ നടന്നു ഒരു ഗുരുവിൻ്റെ കൂടെ. ആ ഗുരു ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ യൂദാസ് കണ്ടിട്ടുണ്ട്. അന്ധന് കാഴ്ച കൊടുക്കുന്ന ഒരു ഗുരുവിനെ അവൻ കണ്ടിട്ടുണ്ട്. 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന ഒരു ഗുരുവിനെ അവൻ കണ്ടിട്ടുണ്ട്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു ഗുരുവിനെ അവൻ കണ്ടിട്ടുണ്ട്. പാപിനിക്ക് മോചനം നൽകുന്ന ഒരു ഗുരുവിനെ അവൻ കണ്ടിട്ടുണ്ട്. അധികാരത്തോടെ സംസാരിക്കുന്ന ഒരു ഗുരുവിനെ അവൻ കണ്ടിട്ടുണ്ട്. ആ നാട്ടിലെ പ്രമാണികന്മാർക്കെതിരെയും ആ നാട്ടിലെ നിയമജർക്കെതിരെയും ഫരിസേയർക്കെതിരെയും സംസാരിക്കുന്ന ഒരു ഗുരുവിനെ അവൻ കണ്ടിട്ടുണ്ട്. ജെറുസലേം ദേവാലയത്തില് ചാട്ടവാറെടുക്കുന്ന ഒരു ഗുരുവിനെയും അവൻ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കണ്ട യൂദാസ് 4-3-7 റോമൻ പട്ടാളക്കാരുടെ കയ്യിൽ തൻ്റെ ഗുരുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് വിചാരിക്കുന്നത്? അവൻ വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല, തൻ്റെ ഗുരു അതിനെയെല്ലാം അതിജീവിച്ച് ഇസ്രായേലിൽ ഒരു രാജാവായിട്ട് കടന്നു വരും. അടിമത്തത്തിലായിരിക്കുന്ന, അതായത് റോമിൻ്റെ അധീനതയിലായിരിക്കുന്ന യഹൂദരെ അവൻ വിമോചിപ്പിക്കും. ഇതൊക്കെ അവൻ്റെ മനസ്സിലൂടെ ചിലപ്പം കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ എപ്പോൾ മുതലാണോ തൻ്റെ ഗുരു റോമൻ പട്ടാളത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നത്, ആ നിമിഷം മുതൽ അവന് ഒരു അധികാരവും ഉപയോഗിക്കുന്നില്ല, ഒരു അടയാളവും പ്രവർത്തിക്കുന്നില്ല, ഒരു അത്ഭുതവും പ്രവർത്തിക്കുന്നില്ല. അവിടെയാണ് യൂദാസ് എന്ന് പറഞ്ഞ മനുഷ്യന് തെറ്റിപ്പോയത്. വരാനിരിക്കുന്നത് രാജ്യം നേടിത്തരുവാനുള്ള രാജാവായിരുന്നില്ല, മറിച്ച് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് വന്നവനാണ് മിശിഹ എന്ന്
ആ മനുഷ്യന് മനസ്സിലാക്കി. അവിടെയാണ് അവൻ്റെ ജീവിതത്തിൽ കുറ്റബോധം വരുന്നത്. അവിടെയാണ് യൂദാസ് എന്ന് പറഞ്ഞ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ തെറ്റിപ്പോകുന്നത്, അനുതാപം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ വരുന്നത്. സ്നേഹമുള്ളവരെ, ഈ 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞ തുക അത്ര വലിയ തുകയൊന്നുമല്ല. ഒരു യഹൂദയ അടിമയെ മോചിപ്പിക്കുവാൻ ആ കാലഘട്ടത്തിൽ വേണ്ടി വന്നതും ഈ 30 വെള്ളിക്കാശ് തന്നെയാണ്. അതായത് പണത്തിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടല്ല യൂദാസ് എന്ന വ്യക്തി തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്, മറിച്ച് അവരാഗ്രഹിച്ചത് മുഴുവൻ ഒരു വിമോചനമാണ്, റോമിൻ്റെ കീഴിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു വിമോചനം. സ്നേഹമുള്ളവരെ, പൂർത്തിയാക്കേണ്ട ദൈവഹിതത്തിൻ്റെ ഇടമാണ് നമ്മുടെ ജീവിതത്തിലെ കാൽവരികളെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവീക പദ്ധതിയുണ്ട്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിൽ ഒന്ന് തെറ്റിൽ വീണ് പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് കുറ്റബോധമായിരിക്കരുത്, മറിച്ച് വീണടത്ത് നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു നടക്കുവാനുള്ള അനുതാപം. ഈ യൂദാസിന് നഷ്ടപ്പെട്ടു പോയ ആ അനുതാപം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പത്രോസ് വീണ്ടും പോയെടുത്ത് നിന്ന് വീണ്ടും തമ്പുരാനിലേക്ക് ചേർന്ന് നിന്നതുപോലെ നമുക്കും വീണു പോകുന്ന ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ദൈവത്തെങ്കിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കഴിയട്ടെ. കൃപയുടെ ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ നമുക്ക് മാറ്റുവാനായിട്ട് ശ്രമിക്കാം. രണ്ടാമതായിട്ട്, കാൽവരി അനുഭവം എന്ന് പറയുന്നത് സ്വർഗം പോലും മൗനം അവലംബിച്ച ഒരു സമയമാണ്. സ്വർഗം പോലും മൗനം അവലംബിച്ച ഒരു സമയമാണ് ജീവിതത്തിലെ കാൽവരി അനുഭവങ്ങൾ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ജീവിതത്തിൽ പോലും സ്വർഗം മൗനം അവലംബിച്ച ഒരു സമയമുണ്ടായിരുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു സമയമുണ്ടായിരുന്നു. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചതെന്ന് പുത്രൻ ഭൂമിയിൽ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നിന്ന് കുരിശിൽ കടന്നുകൊണ്ട് യാചിക്കുമ്പോൾ പോലും അവിടെയെല്ലാം സ്വർഗം മൗനം അവലംബിക്കുകയാണ്. ഇതിനു മുൻപെല്ലാം മലമുകളിൽ വെച്ച് യേശുവും ശിഷ്യന്മാരുമൊക്കെ ദൈവിക ദർശനങ്ങളിലേക്ക് കടന്നു വന്ന അനുഭവങ്ങളൊക്കെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ വേദനയുടെ ആ നിമിഷം, സഹനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ആ നിമിഷം സ്വർഗം പോലും മൗനം അവലംബിച്ചു. അതായത് അഗ്രസീവ് സൈലൻസ് എന്നൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന സ്വർഗം പോലും മൗനം അവലംബിച്ച നിമിഷം. പക്ഷേ അതുപോലും ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയപ്പോൾ മനുഷ്യരാശിക്ക് മുഴുവൻ ലഭിച്ചത് രക്ഷയാണ്. കുരിശിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു രക്ഷ. അതുകൊണ്ട് ചില സൈലൻസുകൾ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വേളകൾ നമ്മുടെ ജീവിതത്തിലെ കാൽവരി അനുഭവങ്ങളാണ്. പുത്രനായ യേശു പോലും കടന്നുപോയ ചില കാൽവരി അനുഭവങ്ങൾ. പക്ഷേ ആ വേളകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് പിന്നെ കൃപയിലേക്ക് വരും. കൃപയ്ക്ക് മേൽ കൃപയായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ചില ദൈവിക അസാന്നിധ്യത്തെ ഒരിക്കലും ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോകരുത്. ദൈവം ചില നേരം നമ്മുടെ ജീവിതങ്ങളിൽ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. സ്വർഗം പോലും മൗനം അവലംബിച്ച കാൽവരി നിമിഷങ്ങളിൽ പുത്രൻ ദൈവഹിതത്തിന് മുൻപിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തപ്പോൾ അത് പിന്നെ കൃപയായിട്ട് അനുഗ്രഹമായിട്ട് മാറുകയാണ്. രാമനെ പറ്റി പറഞ്ഞു വെച്ച ഒരു കഥ ഇപ്രകാരമാണ് പോകുന്നത്. വനവാസകാലത്ത് രാമൻ ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മനോഹരമായ ഒരു പുഴ കാണുകയാണ്. മുഖം കഴുകുവാനായിട്ട് രാമൻ പതിയെ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ അമ്പ് പുഴയുടെ കരയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അത് പോയി കൊണ്ടിരിക്കുന്നത് ഒരു തവളയുടെ വായിലാണ്. രാമൻ മുഖമൊക്കെ കഴുകി തിരിച്ചു കയറി വരുമ്പോൾ തൻ്റെ അമ്പിരിക്കുന്നത് ഒരു തവളയുടെ വായിലാണല്ലോ എന്നോർത്ത് വിഷമത്തോടെ ആ അമ്പ് വലിച്ചൂരി എടുക്കുകയാണ്. എന്നിട്ട് രാമൻ തവളയോട് പറയുകയാണ്, ഞാനിത് കുത്തുന്ന സമയത്ത് നിനക്കൊന്ന് നിലവിളിക്കാൻ പാടില്ലായിരുന്നോ? എങ്കിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുകയില്ലായിരുന്നു. അതിന് തവള പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ജീവിതത്തിൽ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ
രാമനാമം വിളിച്ച് അപേക്ഷിക്കണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. പക്ഷേ രാമൻ തന്നെ എനിക്ക് ആപത്ത് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെ നാമം വിളിച്ച് അപേക്ഷിക്കുമെന്ന്? സ്നേഹമുള്ളവരെ, സ്വർഗം മൗനം അവലംബിച്ച ഒരു സമയം. പുത്രന് പോലും ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, പിതാവേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അതൊരു പുത്രന്റെ രോദനമാണ്. പിതാവ് പോലും തന്നെ കൈവിട്ടോ എന്ന് പുത്രൻ വിഷമിക്കുന്ന ഒരു നിമിഷം. പക്ഷേ അടുത്ത നിമിഷം തന്നെ പുത്രൻ ഒരു തിരിച്ചറിവോടുകൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് ദൈവഹിതമാണെന്ന ബോധ്യത്തോടുകൂടെ പറയുകയാണ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എൻ്റെ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ ചില മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ ഏറ്റുചൊല്ലുവാനായിട്ട് കഴിയത്തുള്ളൂ. പഴയ നിയമ പുസ്തകത്തിൽ അബ്രാഹാം തൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായ പുത്രനെ മലയിൽ ബലി കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ദൈവഹിതത്തിൻ്റെ മുൻപിൽ ചില വ്യക്തികൾ സ്വയം സമർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ അവരുടെ ജീവിതം വലിയൊരു കൃപയായിട്ട് മാറും. അബ്രാഹത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അനുഗ്രഹമായിരിക്കും. നിന്റെ ഏകജാതനെ പോലും നീ എനിക്ക് തരുവാനായിട്ട് മനസ്സ് കാണിച്ചു. അങ്ങനെ അബ്രാഹാം വിശ്വാസികളുടെ പിതാവായിട്ട് മാറുകയാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. ഈ പഴയ നിയമ പുസ്തകത്തിന് തന്നെ ആവർത്തനം എന്ന പോലെ നമുക്ക് തോന്നാം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്വർഗത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് നമ്മളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. മനുഷ്യരാശിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് സ്വപുത്രനെ പോലും ബലി നൽകുവാനായിട്ട് ദൈവം തയ്യാറായത്. അതുകൊണ്ട് ചില മൗനങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില മൗനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടക്കുറവുകൾ കൊണ്ടല്ല. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന വിചാരത്തോടെ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ. ഒരിക്കലും ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ചില സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ചില കാൽവരി അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വെച്ച് നീട്ടുന്നത്. 14 വേദനകളുടെ സ്ഥലങ്ങൾക്കപ്പുറം ഒരു ഉത്ഥാനമുണ്ട്, ഉത്ഥാനത്തിൻ്റെ ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ തകർന്നു പോകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ, ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല. നിങ്ങളുടെ ഇന്നത്തെ വേദന കടന്നു പോകുവാനായിട്ട് അധികം മണിക്കൂറുകൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലില്ല. കാരണം ഇന്നത്തെ സഹനങ്ങൾക്കപ്പുറം ദൈവം നമുക്ക് വെച്ച് നീട്ടി നൽകുന്ന ഒരു പ്രത്യാശയുണ്ട്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് തമ്പുരാൻ വെച്ച് നീട്ടി നൽകുന്ന വലിയൊരു പ്രത്യാശ. ആ പ്രത്യാശ ഈ നോമ്പ് കാലത്ത് കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. കാൽവരി അനുഭവം നമ്മളുടെ ജീവിതത്തിൽ നിൽക്കുന്ന മറ്റൊരു പ്രത്യാശയാണ്. അപമാനത്തിൻ്റെ ഇടങ്ങളെ ദൈവം വിജയത്തിൻ്റെ പ്രതീകങ്ങളാക്കി മാറ്റുമെന്നുള്ള വലിയൊരു പ്രത്യാശ. അതുവരെ വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് നിന്നത്. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരു വ്യക്തിയെ കുരിശിൽ തറച്ചാണ് കൊല്ലുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുരിശിൽ ചേർത്ത് വെച്ച് കെട്ടപ്പെട്ട രീതിയിലാണ് ഒരു വ്യക്തിയെ കൊല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്നൊക്കെ ഒരു ചിന്താഗതി യഹൂദ പാരമ്പര്യത്തിലുണ്ട്. ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന സമയത്താണ് ക്രിസ്തുവിനെ അവർ കുരിശിൽ തറയ്ക്കുവാനായിട്ട് കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്നത്. സ്നേഹമുള്ളവരെ, അപമാനത്തിൻ്റെ അടയാളമായ കുരിശിനെ പിന്നീട് ഈശോ മഹത്വത്തിൻ്റെ ചിഹ്നമായിട്ട് മാറ്റിയെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ജീവിതത്തിൽ വേദനയിലൂടെ ചില അപമാനത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ, ഇന്നത്തെ നമ്മളുടെ ചില അപമാനങ്ങൾ, വേദനകൾ എടുത്തു മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഇന്ന് കടന്നു പോകുന്ന വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിലെ ചില വേദനയുടെ നിമിഷങ്ങൾ ഇന്ന് നമുക്ക് അപമാനത്തിന് ഇടയാകുന്നുണ്ടെങ്കിൽ പോലും നാളെ അതിനെ എടുത്തുയർത്തുവാനായിട്ട്, അല്ലെങ്കിൽ അപമാനത്തിൻ്റെ ചിഹ്നമായ കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമായിട്ട് ക്രിസ്തു ഉയർത്തിയതുപോലെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ അപമാനങ്ങളെ, വീഴ്ചകളെ എടുത്തുയർത്തുവാനായിട്ട് ശക്തിയുള്ള ഒരു തമ്പുരാൻ നമുക്കുണ്ട്. പറഞ്ഞു പോകുന്ന ഒരു കഥ ഇപ്രകാരമാണ്. ദൈവം എലിയെ സൃഷ്ടിച്ചപ്പോൾ മറ്റെല്ലാവരും അതിനെ നോക്കി കളിയാക്കിയത്രേ.
കാരണം മറ്റുള്ള ജീവികളെ വെച്ച് എലിക്ക് അല്പം ഭംഗി കുറവായിട്ട് എല്ലാവർക്കും തോന്നി. അങ്ങനെ മനുഷ്യരും മറ്റെല്ലാ ജീവികളും ഈ എലിയെ കളിയാക്കി. അപ്പം എലി ദൈവസന്നിധിയിൽ പോയിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവമേ, ബാക്കി പ്രകൃതിയിലെ എല്ലാത്തിനും കാണാൻ വളരെയധികം ഭംഗിയാണ്, എന്നെ മാത്രം കാണാൻ ഒരു ഭംഗിയുമില്ല, മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നത് നീ കാണുന്നില്ലേ? അതിന് പ്രത്യുത്തരമായിട്ടാണ് ദൈവം വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആ മനുഷ്യൻ ആ എലിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ചിന്ത കടന്നുപോയി. പിന്നീട് അദ്ദേഹം എലിയെ നോക്കി മനോഹരമായ ഒരു മിക്കി മൗസിനെ വരയ്ക്കുകയാണ്. പിന്നീട് ഈ മിക്കി മൗസ് അനേകം കുട്ടികളുടെ ചങ്ങാതിയായിട്ട് മാറുകയാണ്. അതായത് എല്ലാവരും അപമാനിക്കപ്പെട്ട ഒരു ഇടത്ത് നിന്ന്, എല്ലാവരാലും കുറ്റപ്പെടുത്തലുകളും വേദനകളും കേട്ട ഇടത്ത് നിന്നും പിന്നീട് ഈ എലി അല്ലെങ്കിൽ മിക്കി മൗസ് കുട്ടികളുടെ ഇടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, വീണു പോകുന്നിടത്ത് നിന്ന്, അപമാനത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് നമ്മളെ ഉയർത്തുവാനായിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപമാനത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും ദൈവം നമ്മളെ ഉയർത്തുവാനായിട്ട് ജീവിതത്തിൽ ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപമാനത്തിൻ്റെ അടയാളമായ കുരിശ് പിന്നീട് അപമാനത്തിൻ്റെ പ്രതീകമായിരുന്നില്ല, മറിച്ച് മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുടെ പ്രതീകമായിട്ട് മാറുകയായിരുന്നു. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ വഴി, കാൽവരിയിലേക്കുള്ള നമ്മളുടെ ജീവിതയാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ, ചില കടബാധ്യതകൾ, രോഗങ്ങൾ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പീഡകളൊക്കെ ഈ കാൽവരിയുടെ യാത്രയിൽ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ, ഇത് എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകേണ്ട ഒരു ദൈവിക പദ്ധതി തന്നെയാണ്. ഇന്നത്തെ എൻ്റെ സഹനങ്ങൾക്കും വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒക്കെ ഇടയിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്കായി ഒരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ടാകും. തമ്പുരാൻ തൻ്റെ കുരിശിൻ്റെ ചാരയെ കടന്ന നല്ല കള്ളന് വാഗ്ദാനം ചെയ്ത ഒരു പ്രതീക്ഷ, നാളെ നീ എൻ്റെ കൂടെ പർദീസായിലായിരിക്കുമെന്ന വാഗ്ദാനം. തെറ്റിപ്പോയിട്ടുണ്ടാകും, ഇടറി വീണിട്ടുണ്ടാകും, ജീവിതത്തിൽ തെറ്റിലേക്ക് വീണുപോയിട്ടുണ്ടാകും. പക്ഷേ അവസാന നിമിഷം അവൻ അനുദപിച്ചു. അവന് പോലും തമ്പുരാൻ സ്വർഗം നിഷേധിച്ചില്ല. സ്വർഗം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെയും കാത്തിരിക്കുന്നുണ്ടാകും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് കഴിയട്ടെ. നോമ്പ് കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളാക്കി നമുക്ക് മാറ്റാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.